മമ്മൂട്ടിക്ക് വീണ്ടും ബഹുമതി. വിമർശകർ ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കുമ്പോഴും റെക്കോർഡുകൾ 100 കോടി ക്ലബില്ലെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാനുള്ള ആർത്തിയാണ്. പൈസയോടല്ല ആർത്തി, സിനിമയോടാണെന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഇന്ത്യൻ സിനിമ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹത്തിന് അതാണ്. കാരണം വ്യത്യസ്ത കഥാപാത്രങ്ങൾ നീക്കുമ്പം ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളായിട്ട് നിൽക്കും. നമുക്ക് വാണിജ്യപരമായിട്ട് സിനിമകൾ എപ്പം വേണമെങ്കിലും ചെയ്ത് ക്ലബ്ബിൽ കയറാം, കോടി ക്ലബ്ബിൽ കയറാം. പക്ഷേ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വളരെ പാടാണ്. ഇപ്പം മമ്മൂട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി മമ്മൂട്ടിക്ക് 3ാമത്തെ ഡോക്ടറേറ്റ്. അത് 3ാമത്തെ ഡോക്ടറേറ്റ് കിട്ടുന്ന ആദ്യത്തെ മലയാളി നടനാണ് മമ്മൂട്ടി. മലയാള ആക്ടറാണ്. മലയാള സിനിമയിൽ എനിക്കൊന്നും 3 ഡോക്ടറേറ്റ് കിട്ടിയ വേറെ ആരുമില്ല. ആദ്യത്തത് അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി, 2ാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി, ഇന്ന് അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കി ഡോക്ടറേറ്റ്. പിന്നെ ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയതും മമ്മൂട്ടി തന്നെയാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മികച്ച നടനുള്ള നേടിയതും മമ്മൂട്ടി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ നേടിയ ഇന്ത്യൻ നടൻ തന്നെ മമ്മൂട്ടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് നേടിയ നടനാണ്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ പല അവാർഡുകൾ ഒരുപാട് താമസിച്ചാണ്. ഇപ്പം പത്മശ്രീ കിട്ടിയിട്ട് 20 കൊല്ലത്തിന് ശേഷമാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടുന്നത്. 20 കൊല്ലത്തിൽ കൂടുതലായി നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള കൊടുത്തിട്ട്. ഈ വർഷം ഓസ്കാർ വേദിയിൽ പോയ ബ്രഹ്മയുഗം പോലൊരു സിനിമ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെ അത്രയും പരീക്ഷണത്തിൽ കൊടുവൺ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ, അസാധാരണ കഥാപാത്രത്തെ അനായാസമായി ചെയ്ത് വെള്ളിത്തിരയിൽ വിസ്മയിപ്പിച്ച നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഉറപ്പായിട്ടും 2024 പ്രഖ്യാപിച്ചിട്ടില്ല നാഷണൽ അവാർഡ്. വേറെ കളികളൊന്നും നടന്നില്ലെങ്കിൽ, ചീത്ത കളികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ, വൃത്തിയിട്ട കളികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ കൊടുവൺ പോറ്റി തന്നെ തൂക്കണം 2024 ദേശീയ അവാർഡിലെ മികച്ച നടൻ. അതിന് സംശയം വേണ്ട. നമ്മളൊക്കെ അറിയാം അർഹനാണ് അദ്ദേഹം. പക്ഷേ കൊടുക്കുമില്ലെന്നും നമുക്കറിയത്തില്ല. പക്ഷേ വീണ്ടും വീണ്ടും അദ്ദേഹം വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഭിനയിപ്പിച്ച് വിസ്മയിപ്പിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇഷ്ടം പോലെ കൊമേഴ്ഷ്യൽ സിനിമകൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ട് കണ്ണൂർ സ്കോഡ് 2ഉം ഇതുപോലെ നിതീഷ് സഹദേവന്റെ ഗംഭീര സിനിമകളും അതുപോലെ തന്നെ CBIയുടെ പാർട്ടും നമ്മുടെ മട്ടാഞ്ചേരി മാഫിയ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അഭിനയത്തിൻ്റെ സിനിമകൾ പുള്ളി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പദയാത്രയെ പോലും ഇപ്പോഴും അഭിനയിക്കുന്നതാണ്. ശ്യാമപ്രസാദിൻ്റെ പടം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ ഇപ്പോഴും പുള്ളിയുടെ ലൈനപ്പിലുണ്ട്. അന്നേരം മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ അത്യാഗ്രഹങ്ങൾ തീരുന്നില്ല. അത് തുടരും.